ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഫൈറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫൈറ്റിംഗ് എന്ന് പറയുമ്പോഴെന്താണ്? യുദ്ധം ചെയ്ത് നേടിയെടുക്കണം. പല കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ടേ എങ്കിൽ അതിന് പരിശ്രമിച്ച് തന്നെ നേടിയെടുക്കണം. ആ വിജയത്തിനൊരു മാധുര്യം ഉണ്ടാകും. മനസ്സിലായോ? അല്ലാതെ വെറുതെ എന്നും നമുക്ക് ഓസിന് കിട്ടും, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് നമുക്ക് നേടിയെടുക്കാം, ഒന്നും പ്രയത്നിക്കണ്ട, ഇതിങ്ങ് കിട്ടിക്കോളും എന്നുള്ള വിചാരമേ പാടില്ല. വെറുതെ ഇരുന്ന് നമ്മൾ കുറെ കുത്തിയിരുന്ന് അത് എഴുതുക ഇത് എഴുതുക, ഇതിലൊക്കെ നമുക്ക് ലഭിക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാനിഫെസ്റ്റേഷൻ വർക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിക്കാണ് എല്ലായ്പ്പോഴും അത് സഫലമാകുന്നത്. കൂടുതലായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി അങ്ങോട്ട് കൊടുക്കണ്ടേ, നിരന്തരം അത് വിചാരിക്കണം. വിചാരിച്ചാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. തന്നെയുമല്ല, അബണ്ടൻസിന്റെ ഒരു നിറവ് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയുമായിരിക്കണം. ഇല്ലാതെ ഒന്നും സാധിച്ചു കിട്ടില്ല. നമ്മൾ പറയാം അത് കിട്ടും ഇത് കിട്ടും, അത്ര വെട്ടം എഴുതും ഇത്ര വെട്ടം എഴുതുന്നു. എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? ഇങ്ങനെയാണ്. അത് ഇതുകൊണ്ടാണ് പരാജയപ്പെടുന്നത്. ഒന്നാമത് മനസ്സ് ശൂന്യമാകണം. മറ്റ് നെഗറ്റീവ് എനർജീസ് ഒന്നും പാടില്ല, നെഗറ്റീവ് ഇമോഷൻസ് ഒന്നും പാടില്ല. അശുദ്ധമായ ഹൃദയത്തിലേക്കാണ് ഈ ഒരു ബോധം അങ്ങോട്ട് കൊടുക്കേണ്ടത്. അബണ്ടൻസ് ബോധം നമ്മൾ കൊടുക്കണം. മനഃപൂർവ്വം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇല്ല എങ്കിൽ തന്നെയും ഞാൻ അതാണ് ഇതാണ്, ഈ ഒരു നിറം എന്നിലുണ്ട്, ഞാൻ നിറകുടമാണ്, മനസ്സിലായോ? എന്നാൽ മാത്രമേ ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടത്തുള്ളൂ. എല്ലാം അങ്ങനെ ആർക്കും സാധിച്ചു കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കേണ്ട കാര്യം നമ്മൾ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തേ മതിയാവൂ. സാമ്പത്തികത്തിന്റെ ആവശ്യമുണ്ട് നമുക്ക്. പെട്ടെന്നൊരു ജോലി കിട്ടുകയില്ല. ചിലപ്പോൾ വിചാരിക്കുകയാണ് എൻ്റെ ഭാഗ്യക്കുറി അടിച്ചിരുന്നെങ്കിൽ, ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാലോ നമ്മൾ ഇവിടെ എന്തിനാണ് പ്രയത്നിക്കുന്നത്? നമ്മൾ ഇവിടെ ഒരു ഹാർഡ് വർക്കും ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അതിന് പ്രയോജനമില്ലാതെ പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പ്രയത്നിച്ച് നേടുക, ഹാർഡ് വർക്ക് ചെയ്ത് നേടുക. സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റിയാണ് നമ്മുടെ വിജയത്തിന് ആധാരമായിട്ടുള്ളത്. മനസ്സിലായോ? അങ്ങനെയാണ് ചിന്തിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ മലർന്നു കിടന്ന് കുറച്ച് സ്വപ്നം കാണുകയോ ലോട്ടറി കിട്ടിയിട്ട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, ഫൈറ്റ് ചെയ്ത് നേടണം വിജയം. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ടാരോ കാർഡ്സ് കൂടി ഒന്ന് എടുക്കാവേ. ഇവിടെ 5 ഓഫ് സോർഡിന്റെ എനർജിയാണ്. മാനസിക സംഘർഷത്തിലാണ് നിങ്ങൾ. എന്തിനു വേണ്ടി തിരയുന്നുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അത് കിട്ടാത്തതിലുള്ള അല്ലെങ്കിൽ അതിലുള്ള പരാജയത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഓർത്ത് വിഷമിക്കേണ്ട. വെറുതെ അത് കിട്ടില്ല. നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും. ആ ഒരു വിജയത്തിന് മാധുര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തന്നെയും മാനസിക സംഘർഷം ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇമോഷണലി കുറച്ചുകൂടി സ്ട്രോങ് ആവണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഈ വേണ്ടത് അത്യാവശ്യമാണ്. മാനസികമായിട്ട് നിങ്ങൾ സ്ട്രോങ് ആവേണ്ടത്, മെന്റലി സ്ട്രോങ് ആവേണ്ടത് അത്യാവശ്യ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കൂ എന്നുള്ളത് കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നല്ല ഒരു വിജയത്തിലേക്ക്, നല്ലൊരു സക്സസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. ഇവിടെ 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ
നിങ്ങൾ പ്രയത്നിച്ച് നേടിയെടുക്കുന്ന ഒരു സക്സസ് ആണെങ്കിൽ നിങ്ങൾക്കിവിടെ സാമ്പത്തികപരമായിട്ട് ഉയർച്ച വരുന്നുണ്ട്, അഭിവൃദ്ധി വരും എന്നുള്ളതാണ്. ഈ ഒരു അഭിവൃദ്ധി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് പ്രയത്നിച്ച് നേടിയെടുക്കുന്നതാവാം. വെറുതെ കിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് വെറുതെ സാധിച്ചു കിട്ടില്ല. ഭാഗ്യത്തിന്റെ പേരിൽ എന്തെങ്കിലും ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും തൽക്കാലത്തേക്കൊരു ആശ്വാസം ലഭിക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾ പ്രയത്നിച്ച് നേടുന്നതിന് മാധുര്യമിരട്ടിയാണ് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു, സംഘർഷത്തിലിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും അഭിവൃദ്ധി നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് കമ്പാരിസൺ ആണ്. ഒരിക്കലും ഒരാളിനെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. അവിടെ നമ്മുടെ ജീവിതം താഴോട്ട് വരികയാണ് ഒരാളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. മറ്റൊരാൾ നമ്മളെ അടുത്ത് താമസിക്കുന്ന മറ്റൊരാൾക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, നമ്മൾ അത് കണ്ടിട്ട് വിചാരിക്കേണ്ട, നമുക്ക് അതുപോലെ വേണം എന്ന് വിചാരിക്കേണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പാരിസൺ കൊണ്ട് നമുക്ക് മാനസികമായ വിഷമം ഉണ്ടാവുകയുള്ളൂ. പകരം വിചാരിക്കേണ്ടത് എന്താണ്? അവർ മുജ്ജന്മത്തിൽ ചെയ്തതിൻ്റെയാണ് അവർക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മൾ എന്തെങ്കിലും വിത്ത് മുളച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിത്ത് നമ്മൾ മുളപ്പിക്കാനായിട്ട് കാത്തു വെച്ചിട്ടുണ്ടോ? അത് നമ്മൾ വിതച്ചതേ മുളച്ചു കിട്ടുകയുള്ളൂ, അല്ലാതെ മറ്റൊന്നും നമുക്ക് കിട്ടില്ല. മനസ്സിലായോ? എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ നല്ല കർമ്മം ചെയ്തോ അത് നമുക്ക് നന്മ വരും. മറ്റൊരാളിനെ കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അത് ആഗ്രഹിച്ചിട്ടോ യാതൊരു പ്രയോജനവുമില്ല. ഒരാളിനെ കണ്ടുപഠിക്കുക, അവരെ കണ്ടുപഠിക്കുക, ഇവരെ കണ്ടുപഠിക്കുന്നു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം നമുക്ക് ജെന്യുവനായിട്ട് ചില കഴിവുകൾ ഉള്ളതാണ്. അതേ നമുക്ക് മുന്നോട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റൂ. അതിലൂടെ സക്സസ് നേടിയെടുക്കാനും പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയോട് കമ്പയർ ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ പാടില്ല. അവിടെ വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 5 of Wands ആണ്. എന്ത് കുടുക്കിലാണോ ഇപ്പോൾ നിങ്ങൾ ഒരു ലൂപ്പിൽ പെട്ടിട്ടുണ്ടാവണം. ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതൊരു കാര്യത്തിനായാലും എന്തോ കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടാവാം. ഇനി അതുമല്ല, ആരെങ്കിലും നിങ്ങളെ പരാജയപ്പെടുത്താൻ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടാവാം, അവിടെ നിന്നൊന്ന് മുന്നോട്ട് കടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം, എന്തെങ്കിലും ഇന്റർവ്യൂസിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കൊരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ടാവാം, അതിലൂടെ മുന്നോട്ട് കടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. വന്നിരിക്കുന്നത് മാസ്റ്ററാണ്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് നേടാൻ സാധിക്കും. കാരണം നിങ്ങൾ അറിവുള്ളവരാകുന്നു, നിങ്ങൾ നല്ല നോളജുള്ള ആൾക്കാരാണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ബുദ്ധിപൂർവം മുന്നോട്ട് വരാൻ സാധിക്കും, ബുദ്ധിപൂർവ്വം രക്ഷപ്പെട്ടു വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ മാസ്റ്റർ ആകുന്ന ഒരു തരത്തിലുള്ള എനർജി ഉള്ള വ്യക്തികളാണ്, ഹൈ എനർജിയുള്ള വ്യക്തികളാണെന്നാണ് കാണുന്നത്. നിങ്ങളെ മറ്റുള്ളവർ അവരുടെ ഗുരുവായിട്ടൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം, മനസ്സുകൊണ്ട് അവർ കാണുന്നുണ്ടാവാം. മനസ്സിലായി? ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി നോളജ് ലഭിച്ചിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പിരിച്വലി ആവാം. മനസ്സിലായി? അങ്ങനെ ആവുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് റിബലാണ്. കണ്ടില്ലേ? റിബൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പോരാളി, അതാണ് ഫൈറ്റ് ചെയ്ത് നേടാനുള്ള പ്രാപ്തരാണ് നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു പോരാളി ഉണ്ട്. ആ പോരാളിയെ നിങ്ങൾ കൊണ്ടുവരൂ, നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. അതാണ് പറയുന്നത്.
നമ്മളെല്ലാവർക്കും ഉള്ളിലൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ തിരിച്ചറിയണം, അവിടെ ആവേശം കൊണ്ടുവരണം. മനസ്സിലായോ? അതിലൂടെ മുന്നോട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഇവിടെ ഉള്ളിലുള്ള പോരാളിയെ പുറത്തെടുക്കൂ എന്നുള്ളതാണ്. അതുവരെയും കാണാതിരിക്കുന്നു. ചിലപ്പോൾ ചിലരൊക്കെ കണ്ടില്ലേ, പെട്ടെന്നാണ് ഇങ്ങോട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നത്. അതുവരെ പമ്മിയിരിക്കും അല്ലേ? മീനുകളൊക്കെ ഉള്ള കുളത്തിന്റെ പക്കത്തിലൊക്കെ ഒക്കെ വന്നിരിക്കുന്നത് പോലെ നമ്മൾ വിചാരിക്കും അതിരുന്ന് ഉറക്കം തൂങ്ങുകയാണെന്ന്. പക്ഷെ മീനിന്റെ ഒരു അനക്കം കേൾക്കുമ്പോൾ അത് ചാടി പറന്നു വന്ന് അതിനെ കൊത്തിയെടുത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ പോരാളിയെ പുറത്തെടുത്ത് കൊണ്ടുവരൂ. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്കൊരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് വരാനും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹം നടക്കുന്ന എനർജി ആവാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷത്തിലിരിക്കുന്ന എനർജിയും ആവാം. ഇന്ന് നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചോ അതിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ഐശ്വര്യത്തിലും സമൃദ്ധിയിലും ഇന്ന് കഴിയാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുമല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാവുന്നതാണ്. അങ്ങനെയും ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ് എന്ന് പറയാം. ആത്മബന്ധമുള്ള കണക്ഷൻ, അതായത് ഒരു ഡിവൈൻ മസ്കുലിൻ എനർജി ഡിവൈൻ ഫെമിനിൻ എനർജിയും കൂടെ കൂടിച്ചേരുന്ന ഒരു എനർജി ആണ് ഇത്. ഒരു ഡിവൈൻ എനർജിയാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഇനി വ്യക്തികളെ മാത്രം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുന്നു, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിദേശത്തു നിന്നും ചിലപ്പോൾ സാമ്പത്തികം നിങ്ങൾക്ക് കിട്ടാനുള്ള എനർജി ആവാം. ഇനി അതുമല്ല എങ്കിൽ അവിടേക്ക് പോയിട്ട് നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള എനർജിയും ആവാം. പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലും സാമ്പത്തികം തരുന്ന എനർജി ആവാം. നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നിങ്ങൾ നോക്കിയിരിക്കുന്നവരുണ്ടാകാം. മനസ്സിലായോ? അപ്പൊ എന്തായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കോംപ്രമൈസ് ആണ്. കണ്ടില്ല, ഇവിടെ ലവേഴ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. കോംപ്രമൈസ് ചെയ്ത് പോകാനും നിങ്ങൾക്ക് ആരോ വരുന്നുണ്ട് നിങ്ങൾക്ക് കൂട്ടിന്. അപ്പൊ നിങ്ങൾ ഇവിടെ കാത്തിരുന്ന വ്യക്തി നിങ്ങളിലേക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നു, പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലല്ല എന്നിരുന്നോട്ടെ, നിങ്ങളുടെ ബിസിനസ്സിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളുടെ കരിയറിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പാർട്ട്ണർ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ബിസിനസ് ചിലപ്പോൾ ഡള്ളാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ചിന്തിക്കുന്നത് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നല്ല പാർട്ട്ണർ വന്നു ചേരുന്നതാവാം. മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് കോംപ്രമൈസ് ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇനി അതുപോലെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ഫ്രണ്ട്സ്, ലവേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലായാലും നിങ്ങളുടെ പാർട്ട്ണർ പിരിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അവർ തിരിച്ചു വരാനുള്ള എനർജിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇവിടെയും പരസ്പരം കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതുവഴിയും സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. ഇവിടെ പ്ലേഫുൾനെസ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തെ എപ്പോഴും സീരിയസ് ആയിട്ട് കാണാൻ പാടില്ല. കുറച്ചൊക്കെ കളിതമാശകൾ കൂടി ഉൾപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ ജീവിതം വളരെയധികം മനോഹരമായിട്ടും സുന്ദരമായിട്ടും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.